PCOD ഉള്ള ആൾക്കാർ ഭക്ഷണത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. കൂടുതലായിട്ട് അവർ ശ്രദ്ധിക്കേണ്ടത് ഷുഗർ വളരെയധികം കുറയ്ക്കുക, പറ്റുമെങ്കിൽ നിർത്തുക. ഷുഗർ കണ്ടന്റ് ഉള്ള ഫുഡുകൾ, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ, റിഫൈൻഡ് ആയിട്ടുള്ള പാക്കറ്റ് ഫുഡ്, ജങ്ക് ഫുഡ്സ് ഇതെല്ലാം 100% ഒഴിവാക്കിയേ പറ്റൂ. കാരണം ഇല്ലെങ്കിൽ ഇവര് എന്ത് ചെയ്താലും അവരുടെ ബോഡി കണ്ടീഷൻസ് മുമ്പോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യില്ല. ഇൻസുലിൻ റെസിസ്റ്റൻസ്, ബ്ലോട്ടിംഗ്, ആക്നയുടെ പ്രോബ്ലംസ്, അതായത് മുഖക്കുരു വരുന്ന പ്രോബ്ലംസ്, ലാക്ടോസ് ഇൻടോളറൻസ്, പാൽ ഉൽപ്പന്നങ്ങൾ കഴിച്ചാൽ പല ബുദ്ധിമുട്ടുകൾ വരുന്ന അങ്ങനെയുള്ള കണ്ടീഷൻസിലുള്ള ആൾക്കാർ കഴിയുന്നതും പാൽ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അവർക്ക് പാൽ ഉൽപ്പന്നങ്ങൾ ഒരുപക്ഷെ അവരുടെ ഈ ഒരു അവസ്ഥയെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് കൂടുതൽ എന്താ പറയാ അത് നല്ലതല്ല. അപ്പൊ പാൽ ഉൽപ്പന്നങ്ങൾ പക്ഷെ പ്ലാന്റ് ബേസ്ഡ് പാല് കുടിക്കാം. അതായത് ഇപ്പൊ നമ്മൾ ആൽമണ്ട് മിൽക്കോ അല്ലെങ്കിൽ ഇപ്പൊ കോക്കനട്ട് മിൽക്ക് എന്നൊക്കെ പല കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം. ആൽമണ്ട് മിൽക്ക് പോലത്തെ പ്ലാന്റ് ബേസ്ഡ് മിൽക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ മറ്റേ മിൽക്കിന്റെ അളവ് കുറയ്ക്കുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ റെഡ് മീറ്റ് പോലത്തെ ബീഫ് അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കാണ്ടിരിക്കുക. അതൊക്കെ അവരുടെ ശരീരത്തിൽ ആ ഒരു അവസ്ഥയെ മോശമാക്കാനായിട്ട് കൂടുതൽ ചാൻസസ് ഉണ്ട്. പിന്നെ കൂടുതൽ അരി ആഹാരങ്ങൾ അധികം കഴിക്കാണ്ടിരിക്കുക. നമ്മുടെ പ്ലേറ്റിൽ പകുതിയോളം പച്ചക്കറികളായിരിക്കണം, അതും സ്റ്റീംഡ് അല്ലെങ്കിൽ ഹാഫ് ബോയിൽഡ് ആണ് ഏറ്റവും നല്ലത്. റോ അല്ലെങ്കിൽ സാലഡ് ഫോമിൽ കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. കാരണം ഇന്നത്തെ ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ടും പിന്നെ ഡൈജഷന് ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ടും ഒരു സ്റ്റീം ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്ന് സോട്ട് ചെയ്തിട്ടോ ഒന്ന് ഹാഫ് കുക്ക്ഡായിട്ടോ കഴിക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ നമ്മുടെ കറികളിനകത്തുള്ള കഷ്ണങ്ങൾ അതേപോലെ തോരനായിട്ടോ മെഴുക്കുരട്ടിയായിട്ടോ ഒക്കെ നമ്മൾ കൂടുതൽ പച്ചക്കറികൾ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. ഉലുവ കുതിർത്തിയ വെള്ളം കുടിക്കണം അവർക്ക് നല്ലതാ. കറുകപ്പട്ട ഇട്ട് പൊടിയിട്ട് വെള്ളം കുടിക്കണം നല്ലതാണ്. പിന്നെ നമ്മുടെ സവാള, റോ ആയിട്ടുള്ള സവാളയൊക്കെ കഴിക്കുന്നത് അവർക്ക് നല്ലതാണ്. പിന്നെ അവർ കൂടുതൽ അവരുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നല്ലത് ക്യാരറ്റ്, ബീട്രൂട്ട്, ക്യാപ്സിക്കം ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണത് വളരെ നല്ലതാണ്. പിന്നെ ഇവർ മീൻ കഴിക്കുന്നത് വളരെ നല്ലതാണ്. മീൻ ഫിഷിൽ നിന്ന് omega-3 കുറയുണ്ടാവും. ഫിഷ് പോലത്തെ ഭക്ഷണം അവർ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ നട്ട്സ് ആൻഡ് സീഡ്സ് എന്ന് പറയുന്നത് നമ്മൾ നട്ട്സ് ആൻഡ് സീഡ്സിനകത്ത് ഇപ്പൊ നമ്മുടെ പംകിൻ സീഡ്സ്, വാൾനട്ട്, ഇങ്ങനെയുള്ള ഫ്ലാക്സ് സീഡ്സ് എന്നൊക്കെ പറയുന്ന സൺഫ്ലവർ സീഡ്സ്, എള്ള് ഇതൊക്കെ അവർക്ക് ഇൻക്ലൂഡ് ചെയ്താൽ അവരുടെ ബോഡിയുടെ ഈ ഒരു കണ്ടീഷനിൽ നല്ലതാണ്. നട്ട്സ് ആൻഡ് സീഡ്സ് മാസത്തിൻ്റെ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ നട്ട്സ് ആൻഡ് സീഡ്സ് കഴിക്കാം എന്നുള്ളതും അതേപോലെ ഒരു സീക്വൻസ്, ഫുഡ് കഴിക്കുന്നതിന് ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ മീൽ സീക്വൻസിങ് എന്ന് പറയും. മീൽ സീക്വൻസിങ്ങും സീഡ് സൈക്ലിങ്ങും ഈ 2 ടോപ്പിക്കും അടുത്ത വീഡിയോയിൽ പറയാവുന്നതാണ്. അതൊരു വലിയ ടോപ്പിക് ആയതുകൊണ്ട് അടുത്ത വീഡിയോയിൽ പറയാം. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഫുഡിൽ പ്രോട്ടീൻ കഴിക്കണത് നല്ലതാണ്. ഒരു ദിവസം തുടങ്ങുന്നത് ഒരു പ്രോട്ടീനായിട്ട് എന്തെങ്കിലും വെച്ച് പ്രോട്ടീൻ്റെ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ട് തുടങ്ങണം നല്ലതാണ്. അപ്പൊ പ്രോട്ടീൻ്റെ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ട് തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ രാവിലത്തെ നേരത്തെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഷേക്ക് പോലെയോ അല്ലെങ്കിൽ ഇപ്പൊ മുട്ടയൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ മുട്ട അത് പ്രോട്ടീൻ റിച്ച് ആണ്. അങ്ങനെ എന്തെങ്കിലും പ്രോട്ടീൻ ഭക്ഷണത്തിനകത്ത് ഒരു ഡേ തുടങ്ങുന്നത് അവർക്ക് വളരെ നല്ലതാണ്. പിന്നെ അവർ മോര് കുടിക്കണം നല്ലതാണ്. മോര് ഒരു ഡെയിലി റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യണം, വളരെ നല്ലതാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് മീൽ സീക്വൻസിങ്ങിനെ പറ്റിയും സീഡ് സൈക്ലിങ്ങിനെ പറ്റിയും അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്. വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. സ്റ്റേ ട്യൂൺ. ബൈ ബൈ.